ക്യൂരിയോസിറ്റി കിൽ മൈക്രോ പണ്ടെപ്പോഴും വായിച്ചൊരു കഥയാണ്. ഒരാളുടെ പെറ്റായിട്ട് ഒരു കാക്കയുണ്ട്. ആ കാക്കക്ക് ആകാംക്ഷ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ ആകാംക്ഷ കൂടിയ കാക്ക ഓണറിൻ്റെ ഒരു പഴയ തോക്ക് തട്ടിയും മുട്ടിയും ഒക്കെ പരിശോധിക്കും. അങ്ങനെ ഒരു ദിവസം പരിശോധിക്കുമ്പോൾ അബദ്ധത്തിൽ അതിൻ്റെ കാഞ്ചി വലിച്ചു. അതിൻ്റെ കുഴലിൻ്റെ ഭാഗത്ത് പോയി തലയിട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റക്കായി കിടന്ന വെടിയുണ്ട പുറത്തേക്ക് വരികയും ഓൺ ദ സ്പോട്ടിൽ ആ കാക്ക മരിച്ചു പോയതുമാണ് കഥ. ഇത്തരത്തിൽ ആകാംക്ഷ ഒരുപാട് കൂടുതലുള്ള ആളുകളാണ് കുട്ടികൾ. കുട്ടികളുടെ ആകാംക്ഷ ചെറുപ്പത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് പണി കിട്ടും. അങ്ങനെ ആകാംക്ഷ കൂടിയിട്ട് അവർ കളിക്കുന്ന ഗെയിംസ് ഉണ്ട്. അതിൽ പലതും ആളെ കൊല്ലുന്ന ഗെയിംസാണ്. ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കുമ്പോൾ കുട്ടികളിൽ വയലൻസ് കൂടുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവർ കളിക്കുന്ന ഗെയിമിൽ മൂവീസിലൊക്കെ കാണുന്ന പോലെ ടീച്ചേഴ്സ് സൂപ്പർ ഹീറോസോ വാരിയേഴ്സോ അല്ലാതെ പക്ഷം അവർക്ക് ടീച്ചേഴ്സിനോടും റെസ്പെക്റ്റ് ഇല്ലാതാവുന്നു. ഇത്തരത്തിൽ കുട്ടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് അപകടമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് പാരൻസിനോട് പറയാനുള്ളൊരു കാര്യം, കുട്ടികൾക്ക് ആകാംക്ഷ കൂടുതലാണ്. ആ ആകാംക്ഷ നല്ല വഴിക്ക് തിരിച്ചുവിടാം. അവർക്ക് ഗെയിംസ് കളിക്കാൻ കൊടുക്കാം. വേർഡ് ഗെയിംസ്, പസിൽസ്, അങ്ങനെ അവരുടെ ഏതെങ്കിലും ഒരു സ്കിൽസിനെ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് അവർ കളിച്ചോട്ടെ. അല്ലാത്ത പക്ഷം അവരുടെ സ്വഭാവത്തിൽ ദൂഷ്യങ്ങൾ കൊണ്ടുവരുന്ന ഗെയിംസ് ആയാലും മൂവീസ് ആയാലും കുട്ടികളിൽ നിന്ന് കുറേശ്ശെ മാറ്റി നിർത്താൻ നോക്കുക. അവർക്ക് ഏറ്റവും നല്ല രീതിക്കുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, അവരുടെ ആകാംക്ഷ നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന പാരൻസ് ആവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. മേ ഗോഡ് ബ്ലെസ് us.